മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? മുത്തശ്ശി ഞാൻ ദിവസവും ജോഗിങ്ങിന് വരുന്നുണ്ടെന്നാ ചോദിച്ചല്ലേ? യാ, മീ ഡെയിലി 5 o'clock ജോഗിങ് 10 kilometers. കഴിഞ്ഞ ആഴ്ച ചറപറ മഴ പെയ്തിട്ട് റോഡിൽ മുഴുവൻ വെള്ളം കെട്ടിയില്ലേ, എന്നിട്ട് പോലും ഞാൻ ജോഗിങ്ങിന് പോയി. അതാ ഞാൻ. യുവർ ഡോഗ്? യുവർ ഡോഗ്? വെരി ക്യൂട്ട്. ഐ ലവ് ഡോഗ്സ്. ഡോഗിക്കുട്ടി ബപ്പിമാ. എന്താടക്ക നീ പുലിയെ പോലെ പോയിട്ട് പൂച്ചയെ പോലെയാണോ തിരിച്ചു വരുന്നത്? അർച്ചനയുടെ പട്ടിക്കുട്ടിയാന്ന് ഓർത്ത് കൊഞ്ചിച്ചതാ. എന്നെ അതിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. 110 കിലോമീറ്റർ സ്പീഡിൽ ബീച്ച് മുഴുവൻ ഓടിയെന്ന് കേട്ടു. ഒന്ന് പോടാ. അതല്ലടാ, ഇവിടെയുള്ള കുട്ടികളാ പറഞ്ഞത്. സന്തോഷം കൊണ്ട് ചോദിച്ചതാ. ആ പട്ടിക്കുട്ടി ഒരു പേപ്പട്ടിയാണെന്ന് ഞാൻ ഓർത്തില്ല. ഹലോ ചേച്ചി, നമസ്കാരം. ഒറ്റയ്ക്കുള്ളൂ? എന്താ സാർ? എന്താ സാർ? എന്താ ഇത്? സർ, എന്തായാലും എന്നോട് പറഞ്ഞോളൂ സർ. പക്ഷെ മലയാളത്തിൽ പറയണം, ചൈനീസ് എനിക്ക് വശമില്ല. സർ, എന്താ സർ മൂക്കിനോട് ദേഷ്യം കാണിക്കുന്നത്? ഇങ്ങോട്ടൊക്കെ സുഖമില്ലേ? വീട്ടിൽ അന്വേഷണം പറയണേ. ഒരു മനുഷ്യനാണോടാ? എന്താ വിചാരിച്ചേ? സെക്രട്ടറി ഓഫ് ദ അമ്പാത്ത്. ഓ, ഇത് ഹോസ്പിറ്റലായിട്ട് വേണ്ട. കാണിച്ചു തരാണ്. ഐ വിൽ ഫേസ് ഇറ്റ്. ഞാൻ കോർട്ടിൽ പോകും. നീ ചിരിക്കണടാ, നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്നെ ഒന്നിനെ പിടില്ലടാ. എന്നെ ഒന്നിനെ പിടില്ല. Come on, Janu. Come on. അമ്മേ, വിജയ്, നല്ല വേദനയുണ്ടടാ. ആ ഡോക്ടർ പൊക്കളിന് ചുറ്റും ഇത്രയും വലിയ സൂചി കൊണ്ടാ കുത്തിയത്. ഇനി ഒരു വർഷത്തേക്ക് കുത്തണ്ടല്ലോ. നിങ്ങൾ നായി കടിച്ചോന്ന് അറിഞ്ഞോ? ഇത്ര വേഗം അറിഞ്ഞോ? എവിടെയാ കടിച്ചത്? അത് ആദ്യം നെടുമ്പാശ്ശേരി കടിച്ചു, അത് കഴിഞ്ഞ് കളമശ്ശേരിയിലും കടിച്ചു. ശരീരത്തിൽ എവിടെയാ കടിച്ചത്? കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു ദയവില്ലാതെ അവിടെ ഇവിടെയൊക്കെ കടിച്ചു. എനിക്ക് കാണണം. എല്ലാവരും കാണിക്കാൻ ഇതെന്താ കാഴ്ച ബംഗ്ലാവാ? ഇന്ന് കോളേജിൽ പോണില്ലേ? ഇന്ന് ഞാൻ പോയില്ല. അതെന്താ? മനസ്സിനൊരു സുഖമില്ല. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോട്ടെ. എന്റെ പൊന്നെ, വേണ്ട. ഇയാള് പോവാൻ നോക്ക്. എന്നെ മനസ്സിലാക്കില്ലല്ലേ? അതല്ല, ഈ ഡോക്ടർ കുത്തുവെച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു. അതുകൊണ്ടാ. ഒരു ചെറിയ ഉപകാരം ചെയ്യാവോ? എന്താ? ഒരു ചെറിയ സഹായം. പോകുമ്പോ ആ ഡോറൊന്ന് അടച്ചിട്ട് പോകാൻ പറ്റുമോ? എന്നെ മനസ്സിലാക്കി. ഇവക്ക് എന്താടാ പറ്റിയത്? എടാ, നീ പറയുന്നത് ഒട്ടും ശരിയല്ലടാ. എന്താ? നിന്നെ കണ്ടതും അവളുടെ തലയ്ക്ക് മീതെ ലൈറ്റ് കത്തി കാണും. നിനക്ക് സിംഗിൾ മണി അടിച്ചപ്പോ അവൾക്ക് കൂട്ടമണി അടിച്ചു കാണും. അവളായിരിക്കും. അവള് പോവില്ല, പിന്നെ വരും. വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അയ്യോ, ഇതെന്താടാ അവൾ എന്നെ മൈൻഡ് ചെയ്യാത്ത? ഓ, വരണം വരണം.
ഹായ് ഹായ്, വരൂ കമോൺ. ദിസ് മൈ ഫ്രണ്ട് വിജയ്. ആ ഐ എം ഷീല. എനിക്കറിയാം. വിജയ് ഇരിക്ക്. കമോൺ. ഐ എം സോറി എന്നാ പറഞ്ഞത്. ഇതിനൊക്കെ സോറി പറയുന്നതിനാ. ഇതുവരെ ആരെയും ആ നായ്ക്കുട്ടി ഇങ്ങനെ കടിച്ചിട്ടില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നാ പറയുന്നത്. ചേച്ചേ അങ്ങനെ കടിച്ചൊന്നുമില്ല, ചെറുതായിട്ട് നഖം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കീറി, അത്രേ ഉള്ളൂ. ആ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആക്ച്വലി. മതിയാക്കണം. വിജയ് നിങ്ങളുടെ വീട് വീട് മനോഹരമാണെന്നല്ലേ പറയാൻ വന്നത്? കറക്റ്റ്. താങ്ക് യു. ആദ്യമായിട്ടല്ലേ വീട്ടിൽ വന്ന്? കോഫി കോഫി ഇപ്പൊ വേണ്ട, ഞങ്ങക്ക് സമയമായി. ഓക്കെ, പക്ഷേ എന്തെങ്കിലും ഇവിടുന്ന് ഒരു കോഫി കുടിക്കണം. ഓക്കെ, ബൈ. ബൈ. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. താങ്ക്സ്. ബൈ ബൈ. ബൈ. ഇത് കൊള്ളാം. ഇപ്പോ അച്ഛൻ ആംഗ്യം കാണിച്ചത് എന്താണെന്ന് ഷീല നിന്നോട് പറഞ്ഞു. നീ എന്തോ പറഞ്ഞു, ഷീല ആ കാര്യം അർച്ചനയോടും പറഞ്ഞു. അതെ, എനിക്കൊരു സംശയം. അവസാനം വരെ ഷീല നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കാണും. നീയല്ലാതെ മറ്റാരും ഇങ്ങനെ ആലോചിക്കില്ല വിജയ്. പക്ഷെ നീ പറഞ്ഞ കറക്റ്റ്. അത് ഞാൻ പഠിക്കും. എന്താ? സൈൻ ലാംഗ്വേജ്. എ എ ബി ബി സി സി ഡി ഡി. ഇങ്ങനെ. അതെ. ഡി ഇ ഇ എഫ് എഫ് ജി ജി വിജയ്. എന്താടാ? എന്താടാ ഇതൊക്കെ? എന്താണ് നിന്റെ പ്രശ്നം? എടാ നിന്റെ പേര് വിജയ് എന്നാ പറഞ്ഞേ. അതെനിക്ക് അറിഞ്ഞൂടെ? എന്റെ പേര് പിന്നെ മമ്മൂട്ടി എന്നാണോ? പ്രാക്ടീസ് ചെയ്യടാ, കിടന്ന് കുറയ്ക്കല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഒരു മിനിറ്റ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ഐ ലവ് യു എന്ന് എങ്ങനെയാ പറയുന്നത്? വിജയ്. വിജയ് എന്താണ്? എന്തോ പ്രൊഡ്യൂസർ അറസ്റ്റ് ചെയ്തു. ഇനി കാശാര് തരും? മേഡം മുരളി തണുക്കുന്നുണ്ടോ? നേരത്തെ പറയണ്ടേ? വിജയ്, ഐ ലവ് യു എന്നാ പറഞ്ഞേ. ഇത് എന്നോടാണോ പറയേണ്ടത്? വെറുതെ. ഇതാരാ? മുത്തശ്ശി. ഇത് മുത്തശ്ശൻ. 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 ഇതാരാ? എന്ന് വെച്ചാ? എന്റെ ഹസ്ബൻഡ്. സത്യമാണോ പറഞ്ഞത്? അതെ വിജയ്, കല്യാണം കഴിഞ്ഞ വർഷം തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചു. കേട്ടപ്പോൾ ഞാനാകെ തളർന്നു പോയി വിജയ്. നമ്മൾ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കഥകളുണ്ടല്ലേ. പ്രൊഫസർ, അർച്ചന, ഇപ്പത്തെ ഷീല. ജീവിതം എന്ന് വെച്ച് ഇത്രയൊക്കെ ഉള്ളടാ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അർച്ചന എനിക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ നല്ല തൻ്റെ അടുത്തോടെ പറഞ്ഞു. ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ജീവിതത്തോടുള്ള വിശ്വാസം ഒന്ന് ഞാൻ കണ്ടു. ഇന്ന് അതേ വിശ്വാസം, അതേ തൻ്റെ ഇടം ഞാൻ ഷീലയിലും കണ്ടു. ശരിയാടാ. എന്താ, അവർ രണ്ടുപേരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാ. നമ്മൾ അവരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.